തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യഘട്ട ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുൻ ഡി.ജി.പി ആർ ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ മത്സരിക്കും. വി രാജേഷ് കൊടുങ്ങാനൂരിൽ നിന്ന് ജനവിധി തേടും. മുൻ അത്ലറ്റ് പത്മിനി തോമസും മത്സരരംഗത്തുണ്ട്. യു.ഡി.എഫിന്റെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥിനെതിരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. കവടിയാറിൽ പ്രഖ്യാപനം അടുത്ത ഘട്ടത്തിലായിരിക്കും. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, ആർ ശ്രീലേഖ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഹൈലൈറ്റ്. പ്രമുഖരെ തന്നെ കളത്തിലിറക്കി ഭരണം പിടിക്കാനാണോ ബി.ജെ.പിയുടെ ലക്ഷ്യം? കവടിയാർ എന്താണ് ഒഴിച്ചിട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും പ്രമുഖരെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ പോകാനാണ് ബി.ജെ.പി. ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എന്നോണം 67 പേരുടെ അല്ലെങ്കിൽ 67 പേരെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് എത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പേരെന്ന് പറയുന്നത് മുൻ ഡി.ജി.പി. ആർ ശ്രീലേഖയുടേതാണ്. ശാസ്തമംഗലം വാർഡിൽ നിന്നാണ് ശ്രീലേഖ മത്സരിക്കുക. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം വി വി രാജേഷ് മത്സരിക്കുന്നത് വെങ്ങാനൂർ വാർഡിൽ നിന്നാണ് എന്നുള്ളത് കൂടി ഇത്തവണ ശ്രദ്ധേയമാണ്. അതായത് പ്രമുഖരായിട്ടുള്ള കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് എന്നുള്ളത് ഇത്തവണ ശ്രദ്ധേയമാണ്. എന്തായാലും പ്രമുഖരായിട്ടുള്ള ആളുകളെ തന്നെ കളത്തിൽ ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ കവടിയാർ വാർഡിൽ, അതായത് കെ എസ് ശബരിനാഥൻ കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങുന്ന കവടിയാർ വാർഡിൽ ഇത്തവണ സ്ഥാനാർത്ഥി ആയിട്ടില്ല. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ആ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ മാത്രമായിരിക്കും കവടിയാർ വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള സംശയം കൂടി നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ എത്തിച്ചേർന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, അതിലൊന്ന് മുൻ അത്ലറ്റും സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമൊക്കെ ആയിരുന്ന പത്മിനി തോമസും ഇത്തവണ മത്സരിക്കുന്നുണ്ട്. പാളയം വാർഡിൽ നിന്നാണ്. മറ്റൊരാൾ തമ്പാനൂർ സതീഷാണ്. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തിയ തമ്പാനൂർ സതീഷ് ഇത്തവണ തമ്പാനൂർ വാർഡിലാണ് മത്സരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് തിരുമല അനിൽ, നമുക്ക് അറിയാവുന്നതാണ്. തിരുമല മത്സരിച്ചിരുന്ന തിരുമല അനിൽ കൌൺസിലറായിരുന്ന തിരുമല വാർഡിൽ നിന്ന് ഇത്തവണ ദേവിമ PS ആണ് മത്സരിക്കുന്നത്. ദേവിമ വലിയവള വാർഡിൽ നിന്നാണ് ഈ തിരുമലയിലേക്ക്. വി വി രാജേഷ് കഴിഞ്ഞ തവണ മത്സരിച്ച ഇടത്തു നിന്ന് മാറുകയാണല്ലേ? അതെ സുജയ, ഇത്തവണ പലർക്കും വാർഡുകളിൽ ഇത്തവണ മാറ്റമുണ്ട് എന്നുള്ളതാണ്. അതായത് ചില വാർഡുകൾ സംവരണ വാർഡുകളായിരിക്കുന്നു, ചില വാർഡുകളിൽ നിന്ന് അതുപോലെ തന്നെ ചില വാർഡുകൾ പരസ്പരം മാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം വി രാജേഷിന്റെയും അതുപോലെ തന്നെ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള MR ഗോപൻ ഇത്തവണ നേമം വാർഡിലാണ് മത്സരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇങ്ങനെ ചില മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പഴയ കൗൺസിലർമാരെ എല്ലാം നിലനിർത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് കൂടുതലായി ഉള്ള സർപ്രൈസ് ആയിട്ടുള്ള ആളുകളെയും, അതായത് ശ്രീലേഖയുടെ അടക്കം പേരുകൾ ഇതിനകത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ശക്തരെ കളത്തിലിറക്കിക്കൊണ്ട് കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അടുത്ത ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും സ്ഥാനാർത്ഥി പട്ടികയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ 67 പേരുടെ പേരാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വിട്ടുവന്ന പത്മിനി തോമസിനെ പാളയത്ത് മത്സരിപ്പിക്കുന്നു. മുൻ ഡി.ജി.പി. ആർ ശ്രീലേഖ ശാസ്തമംഗലത്ത് നിന്ന് ജനവിധി തേടുന്നു. പ്രമുഖരെ കളത്തിലിറക്കി ഭരണം പിടിക്കാനായിട്ടുള്ള തന്ത്രങ്ങളാണ്, നീക്കങ്ങളാണ് ബി.ജെ.പി. നടത്തുന്നത്.